പേര് ജെനി എന്നാണ്. ഞാൻ നെടുങ്ങപ്രയിൽ നിന്ന് വരുന്നു. ഞാനൊരു യാക്കോബൈറ്റ് വിശ്വാസിയാണ്. 2019 ഞാൻ ഇവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ആ സമയത്ത് ഞാനിവിടെ വരാൻ എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞിട്ടാണ് ഞാനിവിടെ വരുന്നത്. എനിക്ക് വളരെയധികം ഡിപ്രഷനായിട്ടിരിക്കുന്ന ഒരു സ്റ്റേജിലാണ് ഞാനിവിടെ വരുന്നത്. ഒരുപാട് ഹോസ്പിറ്റലിൽ കൂടെ ഞാൻ പോയി പക്ഷേ ഒന്നിനും ഡിപ്രഷൻ മനസ്സിന് ഭയങ്കരമായിട്ട് പിടിച്ച് ഭയങ്കര വിഷമിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞു, ഇന്നൊരു സ്ഥലമുണ്ട് നമുക്കിവിടെ പോകാമെന്ന് പറഞ്ഞിട്ട് അവളാണ് എന്നെ ഇവിടെ കൊണ്ടുവരുന്നത്. എനിക്ക് 10 വർഷമായിട്ട് എനിക്ക് പീരീഡ്സ് കറക്റ്റായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടേതായ ഹോർമോൺ വ്യതിയാനങ്ങളുടെ ഫലമായിട്ടാണ് ഈ ഡിപ്രഷൻ വരുന്നതെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഞാൻ 10 വർഷം തുടർച്ചയായിട്ട് ഈ മെഡിസിൻ കഴിച്ചപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞു, ഈ മെഡിസിൻ ഇങ്ങനെ തുടർച്ചയായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ളൊരു സാഹചര്യം ഉണ്ടാവും, അതുകൊണ്ട് ഇത് കഴിക്കരുതെന്ന് പറഞ്ഞു. ഇത് നിങ്ങളിനി മെഡിസിൻ നിർത്തണം, നിങ്ങൾക്ക് അണ്ടോൽപാദനം കുറവാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഈ മെഡിസിൻ ഇനി ഒരിക്കലും കണ്ടിന്യൂ ചെയ്യരുതെന്ന് ആലുവയിലെ ഡോക്ടർ വിനയകുമാർ എന്നോട് പറഞ്ഞു. ഈ സമയത്ത് എനിക്ക് ശാരീരികമായിട്ട് വളരെയധികം വിഷമങ്ങൾ എനിക്കുണ്ടായി. ഒരു ദിവസം ഞാനിവിടെ വന്ന് അച്ഛൻ്റെ ധ്യാനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ സാക്ഷ്യം പറയണ കേട്ടിട്ട് എൻ്റെ മാതാവ് എനിക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥയാണല്ലോ, എങ്ങനെയെങ്കിലും ഇത് മാറ്റിത്തരണമേ എന്ന് മാതാവിനോട് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചു. മാതാവ് അതിൻ്റെ പിറ്റേ മാസം മുതൽ എനിക്ക് കറക്റ്റ് 21 ദിവസം കൂടുമ്പോൾ പീരീഡ്സ് കറക്റ്റാക്കി തന്നു. ഒരു മെഡിസിനും കഴിക്കാതെ തന്നെ ഇവിടുത്തെ തേനും ഉപ്പും ഞാൻ ഉപയോഗിച്ചു. 5 വർഷമായിട്ട് കറക്റ്റായിട്ട് എനിക്ക് പീരീഡ്സ് കറക്റ്റായിട്ട് വരുന്നു. രണ്ടാമതായിട്ട് എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത്, എന്നെ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പോയി ഒരു ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ എൻ്റെ ഒരു കൈച്ചെയിൻ പുതിയതായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ കൈച്ചെയിൻ ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്ന വഴി അത് നഷ്ടപ്പെട്ട് ഞാൻ തിരിച്ച് ഓഫീസിലേക്ക് ഒരു 10-15 കിലോമീറ്റർ പോയതിന് ശേഷമാണ് ഈ കൈച്ചെയിൻ പോയതായിട്ട് ഞാൻ അറിയുന്നത്. തിരിച്ച് ഞാൻ ഓഫീസിൽ വന്ന് ക്യാമറയിൽ നോക്കുമ്പോഴത്തേക്കും ക്യാമറയിൽ ഗേറ്റ് കടക്കുമ്പോൾ എൻ്റെ കയ്യിൽ കൈച്ചെയിൻ ഉണ്ട്. തിരിച്ച് ഞാനൊരു 15 കിലോമീറ്റർ പോയതിൻ്റെ ഉള്ളിലാണ് ഈ കൈച്ചെയിൻ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്നത്. ഭയങ്കരമായിട്ടുള്ള ശക്തിയായ മഴയുള്ള ദിവസമായിരുന്നു അന്ന്. എല്ലാ സ്ഥലത്തും പവർ കട്ടായിരുന്നു, കറണ്ട് ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. 5 മണിക്ക് പോയ കൈച്ചെയിൻ രാത്രി 10 മണിക്ക് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ബൈക്കിൽ പോകുമ്പോൾ ഒട്ടും റോട്ടിലൊന്നും വെട്ടമുണ്ടായിരുന്നില്ല. ഞാൻ ഈ മാതാവിനോട് ലോക്കറ്റ് കയ്യിലെടുത്ത് പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, മാതാവേ, ഞാൻ ഉടമ്പടിയിലിരിക്കുന്ന ആളാണല്ലോ മാതാവേ, എൻ്റെ ഈ കൈച്ചെയിൻ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയല്ലോ, അമ്മയ്ക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എനിക്കത് തിരിച്ചെടുത്ത് തരണമെന്ന് പ്രാർത്ഥിച്ചു. ഈ രാത്രി 10 മണിക്ക് ഒട്ടും അറിയാത്തൊരു സ്ഥലത്ത് നടു റോഡിൽ കിടന്ന് ഈ ബൈക്കിൻ്റെ വെളിച്ചത്തിൽ മാതാവ് എനിക്ക് ഈ കൈച്ചെയിൻ കാണിച്ചു തന്നു. അത് എൻ്റെ മാതാവിൻ്റെ ഒരു കൃപ കൊണ്ടല്ലാതെ എനിക്ക് ഒരിക്കലും ഈ 5 മണിക്ക് നമ്മുടെ കയ്യിൽ നിന്ന് അഴിഞ്ഞു പോയ കൈച്ചെയിൻ രാത്രി 10 മണി വരെ അവിടെ കിട്ടുക എന്നുള്ളത് മാതാവിനൊരു കൃപയില്ലാതെ ഒരിക്കലും കിട്ടിയില്ല. അത് അങ്ങനെ എനിക്ക് തിരിച്ചു കിട്ടി. മൂന്നാമതായിട്ട് എൻ്റെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ ഹസ്ബൻഡിന് പെട്ടെന്ന് ഹാർട്ടിന് ബ്ലോക്ക് വരികയും ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അറിഞ്ഞില്ല. ബ്ലോക്ക് വളരെ നാളുകളായിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് നമുക്ക് അറിയാൻ പാടില്ലായിരുന്നു. പെട്ടെന്ന് തലക്കറങ്ങി വീണ് നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴാണ് ഡോക്ടർ പറയുന്നത് ഫുള്ള് ബ്ലോക്കായിട്ടിരിക്കുകയാണ്, ഇതിന് ഹൈ റിസ്ക്കാണ്, ഷുഗറുള്ള ഒരാളാണ്, അതുകൊണ്ട് ഹൈ റിസ്ക്കാണ്, നമുക്ക് ബൈപ്പാസും ആൻജിയോപ്ലാസ്റ്റിയും നമുക്ക് ഹൈ റിസ്ക്കാണെന്ന് പറഞ്ഞു. ഞാൻ ഉടമ്പടിയിലിരിക്കുന്നതുകൊണ്ട് ഞാൻ മാതാവിനോട് മുട്ടിപ്പായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ, എൻ്റെ ഹസ്ബൻഡിന് ഒരാപത്തും വരുത്തരുത് എന്ന് പ്രാർത്ഥിച്ചു. ഡോക്ടർക്ക് വരെ ചെയ്യാൻ ധൈര്യമുണ്ടായിരുന്നില്ല. ഞാനിത് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെയും കൊണ്ട് ഇവിടെ വന്നു, മാതാവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന്. അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു, ഇത്രയും ദൂരം യാത്ര ചെയ്യണോ? ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്ക് മാതാവിൻ്റെ അടുത്ത് പോയതിന് ശേഷം മാത്രമേ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ ആൻജിയോപ്ലാസ്റ്റിയോ ബൈപ്പാസാണ് ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞു. ഞാനിവിടെ എൻ്റെ ഹസ്ബൻഡിനെ കൊണ്ടുവന്നു. ഇവിടുന്ന് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് ഞാൻ ഡോക്ടറെ കാണാനായിട്ട് ചെന്നപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ബൈപ്പാസ് നമുക്ക് ഇപ്പോൾ തുടക്കത്തിൽ വെറുതെ കീറി മുറിക്കേണ്ടല്ലോ, നമുക്ക് ആദ്യം തന്നെ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് നോക്കാം എന്ന് ഡോക്ടർ പറഞ്ഞു. എന്നാലും ഡോക്ടർ ഉറപ്പ് പറഞ്ഞില്ല. ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു, ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ ബൈപ്പാസ് ചെയ്യും എന്ന് പറഞ്ഞു. ഞാൻ വളരെ കണ്ണീരോടുകൂടി എൻ്റെ മാതാവിൻ്റെ മുമ്പിൽ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞാൻ ഇവിടെ നിന്ന് കിട്ടിയ തൈലം ഇതെല്ലാം നെറ്റിത്ത് കുരിശ് വരച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നും തേനും കൊടുക്കാറുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഡോക്ടർ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഇത്രയും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല, വളരെ സക്സസ്ഫുള്ളായിട്ട് ഇത് ചെയ്യാനായിട്ട് സാധിച്ചു. ഇപ്പോൾ നമ്മൾ ഒരേ പ്രാവശ്യം ടെസ്റ്റിന് പോകുമ്പോഴും ഡോക്ടർ പറഞ്ഞു, സാധാരണ നോർമലായിട്ടുള്ള ഒരു വ്യക്തിക്ക് എങ്ങനെയാണോ ഇടിപ്പും കാര്യങ്ങളും എല്ലാം ഉള്ളത് അത് വളരെ കറക്റ്റായിട്ട് പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. അടുത്തതായിട്ട് എൻ്റെ ഉള്ള സാക്ഷ്യം എന്ന് പറയുന്നത്, ഞങ്ങൾ ഓഫീസിൽ ഞാൻ ഹസ്ബൻഡും ഒരു സ്ഥലത്താണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഹസ്ബൻഡിന് ബ്ലോക്കും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ
ഓഫീസിൻ്റെ അടുത്തൊരു വീട് വാങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മുടെ കയ്യിലുള്ള പൈസ ഒക്കെ എടുത്തിട്ട് നമ്മൾ ഈ വീടിന് അഡ്വാൻസ് കൊടുത്തു. അഡ്വാൻസ് കൊടുത്തിരുന്ന സമയത്താണ് ഈ കമ്പനി വിൽക്കാനായിട്ട് ഓണർ തീരുമാനിക്കുന്നത്. ആ സമയത്ത് നമ്മൾ എഗ്രിമെൻ്റ് എഴുതിയിട്ട് ഏകദേശം 3 മാസം ആയിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മളൊരു കുറച്ച് ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾക്കവിടെ ഓഫീസിൽ ജോലി ഇല്ലാതിരിക്കുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് അവിടെ ഒരു വീടിൻ്റെ കാര്യമില്ല. ഓഫീസിൽ ജോലി ഉണ്ടെങ്കിൽ മാത്രമാണ് അവിടെ വീടിൻ്റെ ആവശ്യമുള്ളൂ. ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവേ എനിക്കിവിടെ ജോലിയില്ല, എനിക്ക് ഈ വീട് എങ്ങനെയെങ്കിലും വിറ്റ് തരണം. ആ സമയത്ത് ആളുകൾ പറഞ്ഞു, നമ്മൾ പെട്ടെന്ന് വീട് വിൽക്കാൻ, ഈ വീടിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ആളുകൾ അവിടെ ഇവിടെയും പറഞ്ഞു തുടങ്ങി. ഞാൻ മാതാവിന് ഇവിടെ നിന്ന് കിട്ടി ഉപ്പിട്ട് ആ വീട്ടിൽ കൊണ്ടുവന്നിട്ട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി ലാഭത്തോടു കൂടി തന്നെ ഈ എഗ്രിമെൻ്റ് അവസാനിക്കുന്നതിന് മുമ്പ് എനിക്ക് ഈ വീട് വിൽക്കുവാനായിട്ട് സാധിച്ചു. അടുത്തതായിട്ട് ഞാനിപ്പോൾ സാക്ഷ്യം, എനിക്ക് എപ്പോഴും ഈ സാക്ഷ്യം പറയാൻ ഒരു പേടിയായതോ പറയാനുള്ളൊരു ഇതുകൊണ്ട് നമ്മൾ സാക്ഷ്യം എപ്പോഴും പറയാൻ വേണ്ടി മടിക്കും. കഴിഞ്ഞ പ്രാവശ്യം സിസ്റ്ററിൻ്റെ അടുത്ത് പറഞ്ഞു സാക്ഷ്യം പറഞ്ഞു, ഞാൻ പിന്നീട് പറയാമെന്ന് പറഞ്ഞ് തിരിച്ചു പോയതാണ്. ഈ 9-ാം തീയതി എൻ്റെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് എനിക്കൊരു ICICI ബാങ്കിൻ്റേതാന്ന് പറഞ്ഞിട്ടൊരു കോൾ വരികയുണ്ടായി. ആ കോൾ വന്നപ്പോഴത്തേക്കും ഞാനത് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചു. ആ ലിങ്കിൽ ഞാൻ ഞെക്കി കഴിയുമ്പോഴത്തേക്കും അതിൽ നിന്ന് എന്തോ എൻ്റെ ഫോണിൻ്റെ സ്ക്രീൻ അവർക്ക് കാണാൻ പറ്റുമായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൽ OTP വന്നു. 41,098 രൂപ എൻ്റെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് അവർ വലിച്ചെടുത്തു. ഈ വലിച്ചെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഫ്ലിപ്കാർട്ട് പർച്ചേസ് അങ്ങനെ എന്തോ ആണ് വന്നത്. OTP നമ്മൾ പറയാതെ തന്നെ അവരെങ്ങനെയോ ഹാക്ക് ചെയ്ത് ആ ക്യാഷ് എടുത്തു. ഞാൻ സൈബറിലും പോലീസ് സ്റ്റേഷനിലും പോയി പരാതി കൊടുത്തപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ അവരുടെ അടുത്ത് വരുന്നുണ്ട്, ഇങ്ങനെ പൈസ പോയത് നിങ്ങൾക്ക് ഇനി ഇത് കിട്ടുമെന്ന് തോന്നുന്നില്ല, നമ്മളിത് അന്വേഷിച്ച് നടക്കുമ്പോൾ വേറെ ഏതെങ്കിലും രാജസ്ഥാനിലോ ഡൽഹിയിലോ ഉള്ള ആളുകളായിരിക്കും, ഒരു കാരണവശാലും ഈ പൈസ കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഞാൻ ചോദിച്ചവരൊക്കെ പറഞ്ഞു ലക്ഷങ്ങൾ പോയേക്കണ ആളുകളുണ്ട്, കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട എന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴാണ് ഇവിടെ അച്ഛൻ എപ്പോഴും പറയും, നമുക്ക് എന്തെങ്കിലും പെട്ടെന്നൊരു കാര്യം വന്നിട്ട് നമ്മൾ ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ ഇട്ട് നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് ഉടമ്പടിയിൽ ഇരിക്കുന്നവരാണെങ്കിലും പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞ് അച്ഛൻ പറഞ്ഞതനുസരിച്ച് ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടു. ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ എന്താ എഴുതിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ക്യാഷ് തിരിച്ചു കിട്ടി എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റണം. അത് മാത്രമല്ല ആ ക്യാഷ് എടുത്ത ആളെ പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. കഴിഞ്ഞ ബുധനാഴ്ച 9-ാം തീയതിയാണ് ഇത് സംഭവിച്ചത്. അതിനുശേഷം അച്ഛൻ്റെ അഞ്ചരയ്ക്കുള്ള പ്രാർത്ഥനയിൽ ഞാൻ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് ക്യാഷ് കിട്ടണം, എനിക്ക് നല്ലൊരു സാക്ഷ്യം പറയണം. ഞാൻ ഇത്രയും എനിക്ക് ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്തു തന്നിട്ടും സാക്ഷ്യം പറയാനായിട്ട് സാധിച്ചില്ല. അതിന് ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ വളരെയധികം സങ്കടത്തോടു കൂടി പ്രാർത്ഥിച്ചു. ഇന്നലെ വൈകിട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥനയുടെ സമയത്ത് പറഞ്ഞു, മാതാവേ നാളെ സൺഡേ ആണ്, എനിക്ക് ഓഫീസില്ലാതിരിക്കുന്നത് സൺഡേ ആണ്, അതുകൊണ്ട് എനിക്ക് നാളെ മാതാവിൻ്റെ അടുത്ത് പോയി സാക്ഷ്യം പറയാൻ പറ്റണം, എനിക്ക് ക്യാഷ് തിരിച്ചു കിട്ടണം. അതിനു മുമ്പ് എനിക്കൊരു അടയാളം തരണം, കാശ് കിട്ടുമെന്നുണ്ടെങ്കിൽ മാതാവ് എനിക്കൊരു അടയാളം തന്നെ, നിൻ്റെ ഉടമ്പടിയിൽ ഞാനുള്ളതാണല്ലോ എന്ന് പറഞ്ഞു. ആ സമയത്ത് ഒരു മെയിലായിട്ടുള്ളൊരു സ്റ്റാഫ് വിളിച്ചിട്ടാണ് നമ്മുടെ ഇന്ന് ക്യാഷ് വാട്സപ്പ് വഴി നമ്മുടെ നിന്ന് എടുത്തത്. അന്ന് ഒരു ലേഡി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ക്യാഷ് തിരിച്ചു കിട്ടിയോ എന്ന് എന്നോട് ചോദിച്ചു. വേണമെങ്കിൽ അവർക്ക് എന്നെ ബ്ലോക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ഇത്രയും വലിയൊരു കുറ്റം ചെയ്ത ഒരാളുകൾ ഒരിക്കലും നമ്മളെ തിരിച്ചു വിളിക്കില്ല. എന്നോട് ചോദിച്ചിട്ട് ക്യാഷ് തിരിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല എനിക്ക് ക്യാഷ് തിരിച്ചു കിട്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ സന്ധ്യാ നമസ്കാരത്തിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞു, എനിക്ക് നാളെ കൃപാസനത്തിൽ പോയി സാക്ഷ്യം പറയണം, എനിക്ക് ക്യാഷ് തിരിച്ചു കിട്ടണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി ഇന്ന് 5:30 അച്ഛൻ്റെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ മൊബൈലിലേക്ക് നോക്കുമ്പോഴത്തേക്കും ആ ക്യാഷ് എൻ്റെ മൊബൈലിലേക്ക് ക്രെഡിറ്റ് ആയി വന്നിട്ടുണ്ട് ക്യാഷ്. അങ്ങനെ ഇത്രയും ഞാൻ പറഞ്ഞവരൊക്കെ പറഞ്ഞത്, ഒരിക്കലും ഇങ്ങനെ ഒരു ഹാക്ക് ചെയ്തൊരു ക്യാഷ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ ക്യാഷ് തിരിച്ചു കിട്ടൂല, തിരിച്ചു തരാൻ വേണ്ടിയിട്ടല്ലല്ലോ അവരെടുക്കുന്നേ, അങ്ങനെ പറഞ്ഞു. പക്ഷേ മാതാവ് അത്ഭുതകരമായി ഇടപെട്ടു, ആ ക്യാഷ് എനിക്ക് തിരിച്ചു കിട്ടി. ഇത്രയും ചെയ്തു തന്നു. ഇതിലും ചെറിയതും വലുതുമായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ ഉടമ്പടി അടുത്ത് അന്ന് മുതൽ എനിക്ക് മാതാവ് ചെയ്തു തരുന്നു. എൻ്റെ മക്കളുടെ സാക്ഷ്യമുണ്ട്, മക്കളെ കൊണ്ടുവന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെ ഓരോ സമയത്തും എന്നെ കരുതലോടുകൂടി ഏത് പ്രതിസന്ധിയുടെ സാഹചര്യങ്ങളിലായിരുന്നാൽ പോലും മാതാവ് എന്നെ കരുതലോടുകൂടി നോക്കുന്നു. എൻ്റെ തിരുമുകുമാരനും മാതാവിനും വളരെയധികം നന്ദി പറയുന്നു. കാരുണ്യ പ്രവർത്തികൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വഴിയരികിലൊക്കെ ഇരിക്കുന്ന ആളുകൾക്കും, പിന്നെ നമ്മുടെ രോഗികളായി കിടക്കുന്ന ആളുകൾക്കും, അല്ലെങ്കിൽ
വെച്ചാൽ ഒരുപാട് വയസ്സായിട്ട് മക്കളൊന്നും നോക്കാതെ ഇരിക്കുന്ന അമ്മമാരോ അല്ലെങ്കിൽ അച്ഛന്മാരോ ഒക്കെ ഉണ്ടെങ്കിൽ അവർ നമുക്ക് ചെന്ന് കാണും, അവരുടെ അടുത്ത് വളരെയധികം സ്നേഹത്തോടുകൂടി സംസാരിക്കും. എനിക്ക് കഴിയുന്ന രീതിയിലുള്ള സാമ്പത്തിക സഹായം ഞാൻ അവർക്ക് ചെയ്തു വരുന്നു. കൃപാസന പത്രങ്ങൾ ഞാൻ ഹോസ്പിറ്റലുകളിലും ദേവാലയങ്ങളിലും അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ആളുകൾക്കും നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിച്ചത് കൊടുക്കുന്നു. അതുമാത്രമല്ല, എന്നെക്കുറിച്ച് എൻ്റെ അടുത്ത് ആര് എന്ത് വിഷമങ്ങൾ പറഞ്ഞാലും ഞാൻ പറയും കൃപാസനത്തിൽ പോകൂ, ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കൂ. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പലതരത്തിൽ എനിക്ക് വളരെ ഡിപ്രഷനുള്ള ഒരാളാണ്. എനിക്ക് എന്ത് ആണെങ്കിലും എന്ത് പ്രശ്നം വന്നാലും എനിക്ക് സഹിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ ഉള്ള ഒരാളാണ്. പക്ഷേ ഈ ഉടമ്പടി എടുത്ത് അന്ന് മുതൽ എന്നെ മാതാവ് ഭയങ്കരമായിട്ട് കാക്കുന്നു. ഏത് പ്രതിസന്ധി സാഹചര്യങ്ങളിൽ എനിക്ക് ഉണ്ടായാൽ പോലും മാതാവ് എന്നെ രക്ഷിക്കുന്നു. ഇത്രയും ചെയ്തു തന്ന മാതാവിനും തിരുകുമാരനും കോടാനുകോടി